വെച്ച് എല്ലാവരെയും കാണുക എന്ന് പറയുന്നത് മൈലേവിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം ഒരു ദിവസം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കാനും കരയേണ്ട സമയത്ത് കരയാനും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആവുന്നതാണ്. അപ്പൊ എന്തിനായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വന്ന് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ച് പോവുക. അപ്പൊ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള എന്റെ പേര് ചന്ദ്രൻ, കുറ്റ്യാടിയാണ്, കുറ്റ്യാടിക്കടുത്ത് നിട്ടൂരാണ്. എന്റെ മേഖലയെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഈ ഒരു അവസരം പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് ഒട്ടും ആവേശം ചോരാതെ നടന്നു നീങ്ങി ഇന്ന് വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ വേളം പഞ്ചായത്തിലെ പള്ളിയത്ത് സ്വദേശി ശ്രീധരൻ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരം ഓർമ്മിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്റെ ഒരു വിഷയം നിങ്ങൾ പ്രതീക്ഷിക്കുക. എനിക്കറിയാം, ഞാൻ എന്റെ മേഖല ആയതുകൊണ്ട് തന്നെ ആ മേഖലയെ ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ജനറലായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഫീൽഡിൽ വേണ്ടി വരില്ല. കാരണം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വെക്കാൻ നമുക്ക് വലിയൊരു അറിവും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ചില കാര്യങ്ങൾ അറിവുണ്ടാവാൻ വേണം. എന്താ അങ്ങനെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാല്, ഓരോ ആളുകൾക്കനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ പറയാം. ഇതിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നമ്മളറിയാം, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഹോം മീറ്റിംഗ് ആയിട്ടും വൺ ടു വൺ ആയിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാം. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ടി വരും. അത് ആളുകളുടെ തരങ്ങൾക്കനുസരിച്ച് നമുക്കത് പറയാം. ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെയാണ് നമ്മൾ ഉപയോഗപ്പെടുക. അതുകൊണ്ട് ഇത് നമ്മൾ കംപ്ലീറ്റ് ബൈഹാർട്ടാക്കുന്ന രീതിയിലൊന്നും നമുക്ക് വേണ്ട. ഇതെല്ലാവരും കൂടിച്ചേർന്നാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആളുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപക്ഷെ എഡ്യൂക്കേറ്റഡ് ഇല്ലാത്ത ആളുകളുണ്ട്, എന്ത് വേണ്ട വ്യത്യസ്തമായ ആളുകൾ കൂടിച്ചേർന്നാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു ബേസിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാം. ഏതായാലും നമ്മൾ ഒരുപക്ഷെ മൈ ലൈഫിൽ വരുന്നതിന് മുമ്പ് എനിക്കോ നിങ്ങൾക്കോ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്കറിയില്ല. വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യകത മനസ്സിലായത്. ഇന്ന് പുറത്തുള്ള ആളുകളുടെ മെന്റൽ സ്റ്റാറ്റസും ഇതാണ്. ഈ പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് അറിയില്ല എന്താണ്. നമുക്ക് ചില പേരുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങളായി ചാമ്പ്യൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ എന്തായി ചാമ്പ്യൻ എന്നൊക്കെ കേൾക്കുക. പക്ഷെ ഇന്ന് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി അതുമായി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കോൺഫിഡന്റ് വല്ലാതെ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് ജീവിതശൈലി രോഗം എന്ന് നമുക്കറിയാം. നമ്മളിങ്ങനെ പോകുമ്പോ നമ്മളിപ്പോ ഒരു പ്രൊഫഷണലായിട്ട് ഏറ്റെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഒരു 2 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകളാണ് വന്നതെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആളുകൾ കയറി. അപ്പൊ നമ്മൾ ബേസിക് എന്താണ് ജീവിതശൈലി രോഗങ്ങൾ. ആ ജീവിതശൈലി രോഗത്തിന് ഒറ്റ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. അനാരോഗ്യമായിട്ടുള്ള ജീവിത രീതിയെ ക്ഷണിച്ചു വരുന്നതാണ് നമ്മുടെ ജീവിതശൈലി രോഗം. എന്നോട് ഞാൻ പറയാം, അനാരോഗ്യമായിട്ട് ജീവിത രീതിയെ ക്ഷണിച്ചു വരുത്തുന്നതാണ് ജീവിതശൈലി രോഗം. എന്താണ് അനാരോഗ്യ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഭക്ഷണശീലം, രണ്ടാമത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ വ്യായാമക്കുറവ്, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്. ഇത് നമ്മൾ അനാരോഗ്യമായിട്ടുള്ള ജീവിതത്തിൽ ചെയ്യുന്നു. ഇതുകൊണ്ടാണ് പല ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ വഴി. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡയബറ്റിക് ആണ്, ഹാർട്ട് അറ്റാക്ക് ആണ്, പിന്നീട് നമ്മള് ഫാറ്റി ലിവർ ആണ്, ക്യാൻസർ, ആർത്രൈറ്റിസ്, ഒബിസിറ്റി എന്ന് വേണ്ട അതൊരു നീണ്ട നിര ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കതിന്റെ കാരണം എന്താണ്, ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ. ഈ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അറിയുന്ന മുമ്പ് നമ്മൾ എന്തായാലും ഞാൻ ചെയ്യുന്നൊരു മേഖലയുണ്ടല്ലോ, ആ മേഖലയിൽ എന്താണ് നടക്കുന്നതെന്നും നമ്മൾ ഈ ഫുഡ് പരമായിട്ട് വെൽനസിൽ എന്താണ് നടക്കുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു താരതമ്യ രീതിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്വാഭാവികം നമുക്കറിയാം, അലോപ്പതിയില് ഏതെങ്കിലും രീതിയിലുള്ള ഇമ്മ്യൂണൈസേഷൻ ഉണ്ടോ, പ്രതിരോധ പ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളും ഞാനും ഒരുപാട് കാലങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അലോപ്പതി മേഖലയിലാണ്. ഏതാണ് ഇമ്മ്യൂണൈസേഷൻ എന്നാൽ 2-3 തരത്തിലുണ്ട്.
നമുക്കൊരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാവും. ആ ആന്റിബോഡിയാണ് പിന്നീട് രോഗങ്ങളെ പ്രതിരോധിക്കുന്നത്. ശക്തമായ ആന്റിബോഡികളാണ് പിന്നീട് ഒരിക്കലും നമുക്ക് ആ ചിക്കൻ ബോക്സ് വരാനിടയില്ല. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിക്ക് അനുസരിച്ച്. രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു സ്ത്രീ പ്രസവിച്ച ഉടനെ ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് പ്രതിരോധ കുത്തിവെപ്പാണ്. ഇത് അലോപ്പതിയുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് വിത്തിൻ 24 hours കൊടുക്കുന്നതാണ് BCG വാക്സിൻ. അതായത് കുട്ടി പറഞ്ഞ് വിത്തിൻ 24 hours ആ ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കണം. അതിനാണ് BCG എന്ന് പറയുന്നത്. അത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാല്, വലിയൊരു രോഗം നമുക്ക് 10-35 വർഷം കാലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ രോഗമായിരുന്നു ക്ഷയം, TB എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ച് തുപ്പി ബ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബർകുലോസിസ് ആണെന്ന് വരും. ആ ട്യൂബർകുലോസിന് നമ്മൾ മരുന്നുകൾ കൊടുത്ത് പിന്നീട് വരുന്ന തലമുറകൾക്ക് വരാതിരിക്കാൻ വേണ്ടി വാക്സിനേഷനാണ് BCG എന്ന് പറയുന്നത്. അത് ഇന്നും നമുക്കറിയാം, പ്രസവിച്ചോടെ നമുക്കറിയാം BCG. അതിന് തൊട്ട് പിന്നെ വരുന്നതാണ് നമുക്കറിയാം OPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ DPT, ഡിഫ്തീരിയ എന്ന് വേണ്ട ഇന്നലകളിൽ നമുക്ക് അനുഭവിച്ചുള്ള രോഗങ്ങൾക്കെതിരെല്ലാം പ്രതിരോധ കുത്തിവെപ്പ് നടക്കുന്നുണ്ട്. അതിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ഞാനും നിങ്ങളും എടുത്തിട്ടുള്ള കൊറോണ വാക്സിൻ. ഈ വാക്സിനേഷൻ ഇന്നും നിലനിന്നു പോവുകയാണ്. ഇത് ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരാണ്. പക്ഷെ അവിടെ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ പൊതുവെ ഒരു ജനറൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് രണ്ട് അവസ്ഥയാണ്. പ്രധാനപ്പെട്ടത് ഹെൽത്തും അതോടൊപ്പം തന്നെ ഡിസീസും. ആരോഗ്യമുള്ള ഒരാളുണ്ട്, അതോടൊപ്പം അസുഖമുള്ള അവസ്ഥയും. ഇതാണല്ലോ ജനറലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ അസുഖമുള്ള അവസ്ഥയിൽ അതിൻ്റെ ഇടയിൽ ലോങ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഡെഫിഷ്യൻസി എന്ന് പറയും. എന്താ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കാലം ആ ഡെഫിഷ്യൻസിയെ പറ്റി നമുക്കറിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഒരു അപര്യാപ്തത നമുക്ക് ഉള്ളൊരു സ്റ്റേജാണ്. സാധാരണ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അതിനെന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ ഡോക്ടറെ അടുത്തേക്ക് പോകും. ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് എന്താണോ നമുക്ക് അനുഭവിക്കുന്ന ഫീൽ നമ്മൾ ഡോക്ടറോട് പറയും. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഡോക്ടർ എന്താണോ നമുക്കുള്ള ആ ലക്ഷണങ്ങൾക്ക് അദ്ദേഹം നമുക്ക് മരുന്നെഴുതി. അങ്ങനെ നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഇൻഡസ്ട്രിയുടെ പേരാണ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പൊ സാധാരണ ഡോക്ടർ മരുന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്ത് ചെയ്യുന്നു? കുറച്ച് റിക്കവർ ആകും. പക്ഷെ ഒരിക്കലും ആ രോഗത്തിൽ നിന്ന് നമ്മൾ ആരോഗ്യത്തിൽ എത്തിപ്പെടുന്നത് ഡെഫിഷ്യൻസി എന്ന സ്റ്റേജ്. ഇത് ദീർഘകാലം ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അപര്യാപ്തതയാണ്. എന്തിൻ്റെയോ പോഷക ആഹാരക്കുറവ് കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന ചില രോഗങ്ങളാണ്. ഈ പോഷക ആഹാരക്കുറവ് പരിഹരിക്കേണ്ടത് ഫാർമാസ്യൂട്ടിക്കൽ അല്ല. അത് പരിഹരിക്കപ്പെടേണ്ട മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രാസ്യൂട്ടിക്കലാണ്. ആ ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അപ്പൊ പോഷകാഹാരക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിലൂടെയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ട് പോഷകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഏകദേശം 144 പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് നമ്മൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡെഫിഷ്യൻസി കുറവ് പരിഹരിക്കപ്പെടുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങൾക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. അതല്ലാതെ നമ്മൾ ഫാർമസ്യൂട്ടിക്കലിൽ നിന്ന് മെഡിസിൻ കഴിച്ച് നമ്മൾ തൽക്കാലം ഒരു ആശ്വാസം. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ രോഗങ്ങളും, അത് ഡയബറ്റിക് ആയിക്കോട്ടെ, ഇനി ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഇനി പൊണ്ണത്തടി ആയിക്കോട്ടെ, ഇവിടെയൊക്കെ വരുന്ന ഒരു വില്ലൻ എന്താണെന്ന് ചോദിച്ചാൽ കൊഴുപ്പാണ്. കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, ഇത് നമ്മുടെ ഒരു അറിവിലേക്ക്, അതല്ലാതെ നമ്മൾ ഫീൽഡിൽ പോയിട്ട് ഇതിനെപ്പറ്റി വലിയൊരു പദാരോധം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊരു അറിവ്, അതായത് നമ്മളിതിലൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എന്താണ്
നോട്ട് പുസ്തകം, അതിൽ നമ്മളെ ഈ വെൽനസിനെ പറ്റിയിട്ട് അതോടൊപ്പം പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവ് നമ്മളെപ്പോഴും ശേഖരിച്ചു വെക്കണം. കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ആ കൊഴുപ്പ് ഒന്ന് HDL ആണ്, അതോടൊപ്പം LDL ആണ്. HDL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈപ്പർ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ ആണ്. ഇത് ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 40 to 50 സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 50 to 60. എന്താ അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമ്മുടെ ശരീരത്തിൽ പോകുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഇത് ഒഴുകിപ്പോകും. ഇതിനൊരു തടസ്സമില്ലാതെ ഒഴുകുന്നത്. ഒരു പൈപ്പിൽ എങ്ങനെയാണോ വെള്ളം ഒഴുകി പോകുന്നത്, ഒരു തടസ്സവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ഏറ്റവും, അത് തന്നെയാണ് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇതിന്റെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൊളസ്ട്രോൾ ആണ് ബാഡ് കൊളസ്ട്രോൾ എന്നാണ് LDL. LDLന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരാളെ ഏകദേശം 130 അതിന്റെ ആവറേജ് കണക്ക്. ഈ 130 കൂടിക്കഴിഞ്ഞാല് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ HDL പോകുന്നത് പോലെയല്ല LDL പോവുക. അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് അലഞ്ഞു തിരിച്ച് സാധാരണ രീതിയിൽ പൈപ്പിന്റെ സൈഡുകൾ പറ്റിപ്പിടിച്ച് ഒരു വളരെ സ്ലോ ആയിട്ട് പോവാണ്. അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഈ രക്തധമനികൾ പറ്റിപ്പിടിച്ച് അതെന്ത് ചെയ്യുന്നു, കൂടി രക്തം കട്ട പിടിക്കും. ഈ രക്തം കട്ട പിടിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്ത് വരുന്നത് വെച്ചാൽ അവിടെ ഒരു ബ്ലോക്ക് ആകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ രക്തസമ്മർദ്ദം പോകും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് രക്തം പമ്പ് ചെയ്യാൻ ഒരുപാട് ധമനികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു ധമനി വളരെ പ്രധാനപ്പെട്ടതാണ് കൊറോണറി ധമനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയത്തിന്റെ പ്രവർത്തനം ഊർജിതമാക്കാനും ഹൃദയത്തിന് സ്വന്തമായിട്ടും പ്രവർത്തിക്കാൻ വേണ്ടി ഹൃദയത്തിലേക്ക് ഒരു ധമനിയുണ്ട്. നമ്മൾ ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗങ്ങളിലും പോകുന്നതോടൊപ്പം ഹൃദയത്തിലേക്ക് വരുന്ന ഒരു ധമനിയാണ് കൊറോണറി ധമനി. ഈ ധമനിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനും എന്ത് ചെയ്യും, രക്തസമ്മർദ്ദം കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ബ്ലോക്കുകൾ സംഭവിക്കും. നമ്മൾ സാധാരണ ഡോക്ടർ ചോദിക്കും, നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ കാണാം, നമ്മളെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ എഴുതി വെക്കുന്നുണ്ട്. അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിറോസ്ക്ലിയോറോസിസ് എന്ന് പറയും. അത് സാധാരണ രീതിയിൽ ഡോക്ടർ നമുക്ക് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊരു സയന്റിഫിക് വേർഡായിട്ട് എന്താണ് അതിറോസ്ക്ലിയോറോസിസ് എന്ന് എഴുതി വെക്കും. ഇതെന്താ പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്ന ഒരു രീതിക്കാണ് അത് പറയുന്നത്. ഈ രക്തം കട്ട പിടിക്കുന്ന രീതി കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ അത് എന്ത് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മൾ പലരും പറഞ്ഞല്ലേ ആൻജിയോഗ്രാഫി ചെയ്തിരുന്നു. ഈ രക്തം നമ്മുടെ ഈ കൊറോണ ധമനിയിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തും, അല്ലെങ്കിൽ ഉണ്ടോ എന്ന് അറിയാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. അങ്ങനെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിന്റെ പേരാണ് ആൻജിയോഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ അറിയണം, ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തുന്നതാണ്. ആ ടെസ്റ്റ് നടത്തി ഗ്രാഫി എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തുന്നതാണ്. ടെസ്റ്റ് നടത്തിയ റിസൾട്ട് എന്നാണ് ആൻജിയോഗ്രാഫ്. ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് അവിടെ രക്തധമനികൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, കൂടുതൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഹൃദയത്തിന് തകരാറ് വരും, പിന്നീട് അറ്റാക്ക് സംഭവിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചികിത്സാ രീതിക്ക് പറയുന്നതാണ് ആൻജിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റ് ഇത് ഞാൻ ഒരു നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹാർട്ട് അറ്റാക്ക്. അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചികിത്സിക്കാനുള്ള സമയം വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിയെ അല്ലെങ്കിൽ ഡോക്ടർ എടുത്ത് നിർത്തി നമ്മൾ 1-2 മണിക്കൂർ യാത്ര ചെയ്യുന്ന മധ്യയായിരിക്കും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അലോപ്പതിയിൽ എന്താണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്? അലോപ്പതി സംഭവിച്ചിടത്തോളം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ECG എടുത്ത് നമുക്ക് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആദ്യമായിട്ട് ഡോക്ടറെ അടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതുന്ന മെഡിസിനാണ് എക്കോസ്പ്രിൻ എന്ന് പറയും. എക്കോസ്പ്രിൻ 75 ഉണ്ട്, എക്കോസ്പ്രിന് 150 ഉണ്ട്, എക്കോസ്പ്രിൻ AV75 ഉണ്ട്. ആ രീതിയിലെ കാറ്റഗറി അങ്ങനെ പോകും. ഇതെന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് നേർപ്പിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡ് എവിടെയാണോ ബ്ലോക്ക് ആയിട്ടുള്ളത് ആ ബ്ലോക്ക് ഒന്ന് നേർപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡോക്ടർ എഴുതുന്ന മെഡിസിനാണ്. പക്ഷെ അവ മെഡിസിൻ
നമ്മൾ ആലോചിച്ചോക്കണം, അത് നമുക്കൊരു സ്റ്റേജ് എന്ന് നമുക്ക് അനുഭവപ്പെട്ട് നമ്മുടെ രോഗത്തിലേക്ക് എത്തി നമുക്ക് വേദന അനുഭവപ്പെടുമ്പോൾ മാത്രമേ നമുക്കത് കഴിക്കാൻ പറ്റൂ. പക്ഷെ നമ്മള് ഇവിടെ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, വെൽഹാർട്ട്. ആ വെൽഹാർട്ട് നമ്മൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ധമനികളിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ട് അതിനെ നേർപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൽഹാർട്ട് എന്ന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് കുറെ ലക്ഷണങ്ങൾ നമ്മൾ പറയാറുണ്ട്. നിങ്ങൾക്ക് കയറ്റം കയറുമ്പോൾ കിതപ്പ് ഉണ്ടാകാറുണ്ടോ? അതുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു സൂചന നമ്മളെ ശരീരം തരാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇനി നിങ്ങൾ പിന്നെ എന്താ പറയുക, കാലിന് നീരുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളത് അവഗണിക്കരുത്. അതും നമുക്ക് അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരം തരുന്നൊരു സൂചനയാണ്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നീട് വേദന അനുഭവപ്പെടുമ്പോൾ മാത്രമേ ഡോക്ടറെ അടുത്ത് എത്തുന്നുള്ളൂ. ഈ സമയത്ത് നമ്മളൊരു വെൽഹാർട്ടിനെ പറ്റിയിട്ട് നമുക്കൊരാൾ കൊടുക്കുമ്പോൾ നമുക്ക് അവരോട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് മുഴുവനായിട്ട് മാറാനല്ല നമ്മൾ കൊടുക്കുന്നത്, ശരീരത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ഹാർട്ടിന്റെ പ്രവർത്തനത്തിന് എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ആ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇതുവരെ ഒരിക്കലും അറ്റാക്ക് വരില്ല, ഇത് കഴിച്ചാൽ എന്ന രീതിയിലേക്കല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കൊളസ്ട്രോളിന്റെ അളവ്, ആ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് വെൽഹാർട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇത് നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഡോക്ടർ എഴുതുന്നത് ആ രക്തം നേർപ്പിക്കാൻ വേണ്ടതാണ്. അത് എക്കോസ്പിൻ 75. അത് മാത്രമല്ല 9ഓളം മെഡിസിനുകൾ തുടർച്ചയായിട്ട് നമ്മളത് കഴിക്കേണ്ട രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുവരും പ്രഷറിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ വരും. അത് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് രക്തസമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 120/80 ഒരാളുടെ ബ്ലഡ് പ്രഷർ വരിക. അത് 140 കൂടി കഴിഞ്ഞാൽ ഹൈ ആയി. ആ സമയത്ത് നമുക്കറിയാം, ആ സമയത്ത് ആ 140 കുറക്കാൻ വേണ്ടി ബിപിയുടെ ഗുളിക നമ്മൾ കഴിക്കേണ്ടി വരും. അത് സാധാരണ ഏറ്റവും നോർമൽ ആയിട്ട് ബിപിയുടെ ഗുളികയുടെ പേര് എന്ന് പറഞ്ഞാൽ 2.5 mg എന്നാണ് തുടങ്ങുക. 2.5 mg നമ്മൾ ചെറിയൊരു ഷുഗർ അല്ല, ചെറിയൊരു പ്രഷർ ഉണ്ട് നമ്മൾ പറയും ചെറിയത്. ആ ചെറുതിന്റെ എന്ന് പറഞ്ഞാൽ 140 കൂടി പോയി കഴിഞ്ഞാൽ നമ്മളത് പ്രഷർ കൂടി. അപ്പൊ 2.5. അതില് നിങ്ങൾ ഓർമ്മിക്കാൻ പേര് പറയാൻ നമ്മളൊക്കെ നിങ്ങളെല്ലാവർക്കും അമിലോഡിപ്പിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ് പൊതുവെ ജനറൽ ആയിട്ട് എല്ലാ ആളുകൾക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും അതന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. 2.5 തുടങ്ങി 5 തുടങ്ങി അത് 25 ആ രീതിയിലാണ് നമ്മളെ പ്രഷറിന്റെ അളവനുസരിച്ച് എന്ത് ചെയ്യുക കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാല് നമ്മൾ ഇതൊരു പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കും. മറ്റൊന്ന് സാധാരണ മെഡിസിൻ കാറ്റഗറിയിൽ പെട്ട് വന്നു കഴിഞ്ഞാൽ അത് 5, 8, 9 മെഡിസിൻ ഇതിലൊക്കെ ഉണ്ട്. അതിനിടയിൽ പിന്നെ എന്ത് ചെയ്യും, സോർബിറ്റ് നാവിനടിയിൽ വെക്കുന്ന മരുന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് പറയുമ്പോൾ ഈ രീതിയിലാണ് വന്നു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ കാറ്റഗറിയിൽ വരുന്ന ട്രീറ്റ്മെന്റ് വരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രോഡക്റ്റ് ഡെയിലി നമുക്ക് ഒരു പ്രോഡക്റ്റ് 60 ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ. ഈ 60 ക്യാപ്സ്യൂൾ കഴിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി നമ്മളെ ക്യാപ്സ്യൂൾ പിന്നീട് കഴിക്കണം. അത് നമുക്കറിയാം. നമ്മൾ സാധാരണ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യില്ല. ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ഇനി നമ്മള് ഡയബറ്റിക്കിലേക്ക് വരുമ്പോൾ അതും നമ്മൾ സാധാരണ ജീവിതശൈലി രോഗങ്ങളാണ്. ഡയബറ്റിക്കിൽ നിങ്ങൾ ഓർമ്മിച്ചോ, 90% ആളുകളും പ്രീ ഡയബറ്റിക് ആണ്. 90% ആളുകളും പ്രീ ഡയബറ്റിക് ആണ്. 60% ആളുകളും ക്രോണിക് ഡിസീസ് ആണ്. എന്താണ് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതോ വലിയ രോഗങ്ങളെ പറ്റിയുണ്ട് കുറെ കാലം കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റും. 5-ൽ-1 ഹൈ ബി പി ആണ്. 90% ആളുകൾ ഏർലി സ്റ്റേജ് ആണ്, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായി അഭിമുഖീകരിക്കുന്ന വിഷയമുണ്ട്. അപ്പൊ നമ്മളൊക്കെ 90% പറഞ്ഞു, 80% പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഒരു പറ്റ നമ്മൾ എന്നിട്ടും ബോധം വരാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 90% പറഞ്ഞിട്ടുള്ളൂ. ആ 10% എനിക്കൊന്നുമില്ല എന്ന ധാരണയിലാണ് നമ്മളൊക്കെ. നിങ്ങൾ ആലോചിച്ചു, ഞാനത് പറയുമ്പോൾ അതിന്റെ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളെ പറ്റിയുള്ള ഡയാലിസിസ് സെന്ററെ പറ്റി നിങ്ങളെ മനസ്സിൽ നോക്കി ഡയാലിസിസ് സെന്ററിലാണ് വരുന്നത്. ഡയബറ്റിക്കിന്റെ വരുമ്പോൾ ഞാൻ പറഞ്ഞ 90% പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ആണ്. ആ ഡയബറ്റിക് വരുന്നതല്ല വിഷയം, ആഫ്റ്റർ ഡയബറ്റിക് പ്രോബ്ലം ആണ്. എന്താണ് വന്നു കഴിഞ്ഞ് അത് നമ്മൾ മെഡിസിനൊക്കെ യൂസ് ചെയ്ത്
നമുക്ക് ഒരുപക്ഷെ പല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. പിന്നീട് വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ആ അസുഖങ്ങളൊക്കെ നമുക്ക് കയറി വരും. പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ടത് ഡയബറ്റിക് പേഷ്യന്റിനോട് ചോദിക്കേണ്ടത് ആ ന്യൂറോപ്പതിയും റെറ്റിനോപ്പതിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ സാധാരണ നെർവുകളൊക്കെ എന്തായിട്ടും വീക്കായി. അതുപോലെ കണ്ണിനാണ് ബാധിക്കുക. നിങ്ങൾക്കറിയാം സാധാരണ രീതിയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാത്ത വിഷയങ്ങൾ. ഇപ്പൊ ഡയബറ്റിക് വന്ന ആളുകളെക്കാണ് പ്രശ്നം വെച്ചാൽ ഡയബറ്റിക് പിന്നെ ആഫ്റ്ററായിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മള് അലോപ്പതിയിൽ കൊടുക്കുന്ന മെഡിസിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് കോംപ്ലിക്കേറ്റ് 500 mg ഉണ്ട്. അത് മാത്രമല്ല രണ്ടും കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2 മെഡിസിനെ കൂടി എന്ത് ചെയ്യും ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതുണ്ട്. ഇൻസുലിൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും കഴിക്കുന്നതോടൊപ്പമുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമുക്കൊരു സൈഡ് എഫക്റ്റിലേക്ക് വരുന്ന കാരണം ആ നോർമൽ സ്റ്റേജിലേക്ക് വരില്ല. അപ്പൊ ഇവിടെ നമുക്ക് നോർമൽ സ്റ്റേജിൽ വരുന്ന അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിച്ചു പോകുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിച്ചു പോവുക എന്നല്ലാതെ അതിന് സപ്പോർട്ടായിട്ട് നമുക്കൊന്നും നമ്മൾ കൊടുക്കാറില്ല. ആ സപ്പോർട്ടിങ് സിസ്റ്റമാണ് നമ്മുടെ ഡയബറ്റിക്. അതല്ലാതെ നമ്മൾ ഡയബറ്റിക്കിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ കാറ്റഗറി ആയിട്ട് ഡയബറ്റിക് എനിക്കറിയാം. 126, 110, 126 കഴിഞ്ഞ് 126ന്റെ മേലെ വരുമ്പോൾ നമ്മൾ ഡയബറ്റിക് ആണ്. നമ്മൾ ഫാസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 126ന്റെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിക്കിന്റെ സ്റ്റാർട്ടിങ് ആയി. അത് ഒരു 43 കഴിഞ്ഞാൽ ഇൻസുലിൻ ഷോർട്ട് എന്ന് പറയും. പെട്ടെന്ന് നമുക്ക് അപകടാവസ്ഥ വന്നത് കുറഞ്ഞു പോകുന്നതാണ്. അതിനെ നമ്മൾ ചിലപ്പോൾ ഡെത്തൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഈ ഡയബറ്റിക്കിനെ പറ്റി നമുക്കറിയാം. ഡയബറ്റിക് ഉണ്ടാകുന്ന പാൻക്രിയാസുമായി ബന്ധപ്പെട്ടതാണ്. ഇൻസുലിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ജനറലി നമുക്ക് ഉണ്ടാവണം. അത് മാത്രമല്ല 16-18 മെഡിസിനുകൾ ഈ എന്താ പറയണെന്ന് വെച്ചാൽ അലോപ്പതിയിൽ ഇതുവരെ ഉപയോഗിച്ചത് ബാൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചോണം. 2 തരത്തിൽ ഡയബറ്റിക് ഉണ്ട്. നമുക്ക് അതിന്റെ ജീവിതശൈലിയായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒന്ന് ജന്മനാൽ വരുന്നുണ്ട്. ഈ ജീവിതശൈലിയായി ബന്ധപ്പെട്ട നമ്മുടെ ഭക്ഷണക്രമത്തിലും അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ഡയബ ലൈഫ് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ടെസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരാണ്. എന്താണ് HbA1c പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണം. ഫാസ്റ്റിന്റെ എത്രയാണെന്ന് അറിയണം. ഇതിനുണ്ട്. അതിന്റെ കൂടെ സപ്പോർട്ടീവായിട്ട് കഴിക്കാനേ നമുക്ക് എന്തുള്ളൂ. അത് നമുക്ക് ഇന്നിപ്പോ 2 മെഡിസിൻ കഴിക്കുന്നവരുണ്ടെങ്കിൽ അരമണിക്കൂർ ഗ്യാപ്പിട്ട് നമുക്ക് എന്ത് ചെയ്യാം. നമുക്ക് ആ സമയത്ത് ഡയബ ലൈഫിലുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റി നമുക്കറിയാം. അത് വെളുത്തുള്ളിയാണ്, അലിസിനാണ് ചേർന്നത്. ഇതിനെപ്പറ്റി എന്താ ഇങ്ങനെ സംസാരിക്കാന്ന് വെച്ചാൽ എല്ലാവരും സംസാരിക്കേണ്ട. എന്നാലും നമ്മൾ ചില വീടുകൾ ചോദിക്കും ഈ ഡയബറ്റിക്കിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട്, അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ടെസ്റ്റിന്റെ പേര് തന്നെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഈ പറ്റി അവയർനെസ് ഉണ്ട് എന്നൊരു ധാരണ പോലും നമുക്ക് കുറഞ്ഞ കസ്റ്റമർ. ഇനി ഇതല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡയബറ്റിക് ആയിക്കോട്ടെ, ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, ഇത് രണ്ടും ഡയബറ്റിക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ജീവിതശൈലികൾ വളരെ പ്രധാനം. പിന്നീട് വരുന്നതാണ് ക്യാൻസർ. ക്യാൻസറിനെ പറ്റി ഞാൻ പറയുമ്പോൾ ക്യാൻസറിനെ നമ്മൾ ചികിത്സിക്കുന്ന രീതിക്ക് ഓങ്കോളജി എന്നാണ് പറയുന്നത്. നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഒരു ക്യാൻസർ ബാധിക്കാത്തൊരു അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാർട്ടാണ്. അപ്പൊ ക്യാൻസർ പല തരത്തിലുമുണ്ട്. കാർസിനോമ എന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്വക്ക്, അതുപോലെ ലങ്സ്, ബ്രസ്റ്റ്, ഇതിനാണ് കാർസിനോമ. നിങ്ങൾ കാണാൻ ചില ഡോക്ടേഴ്സ് ഒക്കെ പറയുമ്പോൾ കാർസിനോമയാണ്. കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ ലങ്സുമായി ബന്ധപ്പെട്ടും അതേപോലെ സ്തനവുമായി ബന്ധപ്പെട്ടാണ് കാർസിനോമ. അപ്പൊ ഇതും നമ്മൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഭക്ഷണശീലത്തിൽ മാറ്റമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹോം മീറ്റിങ്ങുകൾ പറയുന്ന രീതിയാണ് ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ നിലവിലുള്ള ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് മാറിയിട്ടുണ്ട്. നമ്മൾ പറയാലോ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മള് അതായത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന രീതികൾ, നമ്മൾ ഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്യാസിന്റെ ഉപയോഗങ്ങൾ കൊണ്ട് തന്നെ എന്നാണ് ഇപ്പോഴും പറഞ്ഞാൽ ഓവർ ഫ്ലെയിം ആയിട്ട് റെഗുലർ ആയിട്ട് ഫ്ലെയിം കൊണ്ട് പലപ്പോഴും നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. അത് ഏറിയും കുറഞ്ഞും വരണം. അത് ക്യാൻസറിന് മൊത്തം കാരണം എന്നല്ല, അത് നമ്മളെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിനാണ്. പിന്നെ നമ്മുടെ ഉണ്ടാകുന്ന ഫാസ്റ്റ് ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ചെറിയൊരു കാരണമായിട്ട് വരും.
നിങ്ങളൊന്ന് ഓർമ്മിച്ചോ, ക്യാൻസറിന്റെ ഒരു മാസത്തെ ചികിത്സാ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപയാണ്. അതിന്റെ മെഡിസിന് മാത്രം. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതല്ല. അത് നമ്മൾ ബുക്ക് ചെയ്ത് ഒരുപക്ഷെ ചിലപ്പോഴും പല സംസ്ഥാനങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നമുക്കൊക്കെ ഓർഡർ ചെയ്തെത്തിക്കുക. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിസിനിലേക്ക് അവർ എത്തിപ്പെടില്ല. അവര് എവിടെയാണോ അതിന്റെ ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാന്നല്ലാതെ അതിന്റെ ട്രീറ്റ്മെന്റ് വളരെ വലുതാണത് മാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു ഫാമിലി എന്ത് ചെയ്യും അതോടൊപ്പം തകർന്നു പോകുന്ന രീതിയിലുള്ള അസുഖം. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 95 ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും 95 കഴിച്ചോന്ന് ചോദിക്കുക. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ആരോഗ്യത്തെ പറ്റി പറയാൻ ആവശ്യം. നമ്മൾ അവസരമായിട്ട് പോകുന്നു, നമ്മൾ ക്ഷീണിച്ചു പോകുന്നു, നമ്മൾ 95 കഴിക്കില്ല, 95ന്റെ ബോക്സിൽ എന്താണുള്ളത് നമുക്കറിയില്ല, എന്നിട്ട് നമ്മൾ പറയും ഇത് എന്താണ് ക്യാൻസറിന് വളരെ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതാണ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ എത്ര ആളുണ്ട് അതിന്റെ വില നോക്കിയിട്ട് തിരിച്ചു മറിച്ചു പാടും. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചോ, ഇന്ന് പല ഹോസ്പിറ്റലുകളിലും നമ്മൾ വേണ്ട രീതിയിൽ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് അതിന്റെ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങിയിട്ട് കൊടുക്കുന്നു മാത്രമല്ല റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ. കാരണം ഇത് പല ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് എത്രയോ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സോട് സംസാരിച്ചിട്ട് ഇത് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ അവർക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇല്ലുണ്ട് അക്കായ് ബെറി ഉണ്ട്, ഇല്ലെ ഗോജി ബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ഇല്ലേ ഇന്ന രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു രീതിയിലുള്ള പഠനവും കാര്യം നടത്തണം. അതുകൊണ്ട് ആദ്യം നമ്മൾ വേണ്ടത് 95 നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചോദിച്ചതിലൂടെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു അതിന് കംപ്ലീറ്റ് റിക്കവറി എന്നല്ല, പക്ഷെ അതിനൊരു പ്രതിരോധ പ്രവർത്തനം. നമ്മള് ബ്ലഡ് ക്യാൻസർ ഒക്കെ വന്നു ലുക്കേമിയ രോഗം ഉണ്ടല്ലോ, അതിനൊക്കെ പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടിയ എത്രയോ. അപ്പൊ ഇതാണ് നമ്മൾ എന്തെങ്കിലും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അലോപ്പതി മെഡിസിനുകൾ എന്താ പറയുക, ഓരോ വർഷം പല മെഡിസിനുകൾ നിരോധിക്കും. ചുമയുടെ മരുന്ന് നമുക്കറിയാം, കഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കഫിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ വന്ന വർഷവും ഇതുവരെ നമുക്കറിയാം പല ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്ന വെച്ചുകൊണ്ട് കോറക്സ് ആയിക്കോട്ടെ, ബെനാഡ്രിൽ ആയിക്കോട്ടെ, അവസ്ഥാൻ എന്ന് വേണ്ട പല മെഡിസിനുകളും നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നിരോധിക്കപ്പെടുകയും തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആൽക്കഹോളിന്റെ അളവും കാര്യങ്ങളൊക്കെ കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മൾ അവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മെഡിസിൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതായിക്കോട്ടെ, മുതിർന്നവർ കഴിക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് നിരോധിക്കപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിന് സൈഡ് എഫക്റ്റുകളുണ്ട്. നിങ്ങൾ 100% നമ്മൾ കഫിൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ചേരുവകൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തും മുറ്റത്തൊക്കെ കാണുന്ന രീതിയിലുള്ള പിന്നെ ചേരുവകളാണ്. തുളസിയും അതേ രീതിയിലുള്ള ചേരുവകൾ ഉപയോഗിക്കുന്ന ഒരു കഫിൽ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. അതിൽ നമുക്ക് പാരസെറ്റമോളെ പറ്റി പറയുമ്പോൾ പാരസെറ്റമോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളുകളാണ്. അതിന്റെ ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് നേരെ നമ്മൾ സിഗരറ്റിന്റെ പാക്കറ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓവർ ഡോസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഇൻഡ്യൂസ് ലിവറിന് തകരാറാക്കുണ്ടാവും. പക്ഷെ നമ്മളത് വാങ്ങിക്കഴിക്കും. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇത് നമ്മൾ കാര്യം ഇതാണ്, നമ്മളത് 5, 10, 20 കഴിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം എന്ത് ചെയ്താൽ നമുക്ക് നേരെ ഡയറക്റ്റ് ബാധിക്കുന്ന അവയവമാണ് കിഡ്നി. ഡയാലിസിസ് സെന്ററുകൾ നമുക്ക് തുടങ്ങും. നിങ്ങളാലോചിച്ച് ഓരോ പ്രദേശം ഓരോരു പഞ്ചായത്തിലും സെന്ററുകളാണ്. ഇതിന്റെ കാരണം ഒന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അലോപ്പതി മെഡിസിൻ കഴിച്ച് നമുക്ക് സൈഡ് എഫക്ട് വന്നു. നിങ്ങൾ ഞാൻ കഴിച്ച മെഡിസിൻ എത്രയാണ്. ഇതുകൊണ്ടാണ് ഇപ്പം മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ വലിയൊരു ബോർഡ് വന്നിട്ടുണ്ട്, ആന്റിബയോട്ടിക് ഒരു തരത്തിലും ഡോക്ടറുടെ കുറിപ്പിടിയില്ലാതെ കൊടുക്കാൻ പാടില്ല. ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് അവർ വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ 5,000 മുതൽ 10,000 വരെയാണെന്ന് പിഴ ഇപ്പോ ഓരോ മെഡിക്കൽ ഷോപ്പിലും. അപ്പൊ അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, കവപ്പിട്ട് വന്നാൽ ജലദോഷം വന്നു 2 അല്ലെങ്കിൽ 2 or 3 മെഡിസിൻ നേരിട്ട് വാങ്ങി കഴിക്കുന്ന രീതിയിൽ ഒരു രീതിയായിരുന്നു നമുക്ക്. ആ രീതിയിൽ മാറ്റം വരാൻ പോകുന്നത് നമ്മുടെ വെൽനസിന്റെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് കൊടുക്കുകയാണ്. ഇന്ന് എല്ലാ വീടുകളിലേക്കും നമ്മുടെ പ്രോട്ടോകൾ കയറി ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം ഇതിനെപ്പറ്റി അവയർനെസ് ആണ്, നമ്മൾ എത്ര കോൺഫിഡന്റ് ആണ് ഇത് പറയാൻ എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെപ്പറ്റി എല്ലാം നമുക്കൊരു അറിവുണ്ടാകും. പക്ഷെ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ട് അവരെ കഴിപ്പിക്കാൻ വേണ്ട രീതിയിലുള്ള അവയർനെസ് നമുക്കുണ്ട്. അത് നമുക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു വലിയൊരു താരതമ്യ പഠനം നടത്തിക്കൊണ്ടൊന്നും നമ്മൾ പോകണ്ട.
എന്നാൽ നമ്മളൊരു അറിവുണ്ടാകണം. നിലവിൽ നമ്മൾ നടക്കുന്ന ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളെ പറ്റി നമുക്കൊരു അറിവുണ്ടാകുമ്പോൾ കൊടുക്കാൻ എളുപ്പം. നിങ്ങൾ ആലോചിച്ചത് 1000 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി ഇറക്കുന്നത്. 1000 പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഇതെല്ലാ രീതിയിലും വരുന്നത് നമ്മുടെ പ്രതിരോധത്തിനാണ്. ഇപ്പൊ വന്നല്ലോ 5 പ്രൊഡക്റ്റുകൾ തുടർച്ചയായി വന്നു. ആ 5 പ്രൊഡക്റ്റുകളോടൊപ്പം തന്നെ നമ്മുടെ വെരിക്കോസിന്റെ പേര് വരുന്നു. നമ്മൾ ആദ്യം വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട് ബ്ലഡ് പ്യൂരിഫയറിന്റെ പേര് മാത്രമേ പറയാറുള്ളൂ, ബ്ലഡ് ശുദ്ധീകരിക്കുന്നത്. ഇപ്പൊ എന്താണോ നമ്മുടെ അസുഖത്തിന് പോയിന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ അരികിലേക്ക് എത്തിയാൽ മാത്രം പോരാ, നമ്മൾ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള നമ്മൾ സ്വയം അത് അവര് പറയുന്ന രീതിയിലേക്ക് ആകരുതെന്നാണ്. പൈൽസിന്റെ വന്നപ്പോ നിങ്ങൾ ആലോചിച്ചു, പൈൽസിന് അലോപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അലോപ്പതിയിൽ വേറൊരു മെഡിസിൻ ഇല്ല. അത് ഹിമാലയ ഫാർമസ്യൂട്ടിക്കലിന്റെ മെഡിസിൻ ആണ് ഇന്ന് പൈൽസുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത്. അവിടെയുള്ള പേര് പൈലക്സ് എന്നാണ്. പൈലക്സിന്റെ ഓയിൽമെന്റ് ഉണ്ട്, പൈലക്സിന്റെ ടാബ്ലറ്റ് ഉണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുണ്ട് പൈൽസിസി ക്യാപ്സ്യൂളിന്റെ അതേ പേരാണ് പൈലറ്റ്. അതിനേക്കാൾ 10 മടങ്ങ് റിസൾട്ട് നമ്മുടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു പൈസയുമായി ബന്ധപ്പെട്ട് ഇന്നും ഹിമാലയ ഫാർമസ്യൂട്ടിക്കലിന്റെ മെഡിസിൻ ആണ് കൊടുത്തു വരുന്നത്. അതിനേക്കാൾ ഇരട്ടി റിസൾട്ട് ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ അത് നമ്മൾ അറിയണം. ഒരു 2 വർഷം മുമ്പ് നിങ്ങൾക്കറിയാം, ഹരിദ്ര എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഡീപ് പൈൽസ്. എന്നൊരു പൈൽസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടായിപ്പോയി, പാതി വഴിക്ക് നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ ആർക്കും കൊടുത്തോന്ന് അറിയില്ല. പൈൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനനുബന്ധമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷനുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ നമ്മൾ. അതിനാണത് നമ്മുടെ ഫുൾ ആൻഡ് ഈസി വന്നത്. അതിന്റെ അനുബന്ധമായിട്ടാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധാരണ മലബന്ധം വരുമ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ കൊടുക്കുമെന്ന് പറഞ്ഞാല് ഡുൽക്കോളസിന്റെ ഗുളിയാണ്, ജെർബീസ എന്ന് പറയുന്നത്. നല്ല ശോധന കുറവുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും 2 ഗുളിക നമ്മൾ കഴിക്കാൻ പറയും. ഇനി അത് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ പുറമെ യൂസ് ചെയ്യുന്നത് നല്ല ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ നമ്മൾ മലബന്ധം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണൽ ആയിട്ടല്ല കൊടുക്കുക, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറമെ വെക്കാനുള്ള ടാബ്ലറ്റ്. അതിന് പേരും എന്താണ്? ജെർബിസ ഡുക്കോളസ്. ഇത് ജെർബിസ. ഇത് നമ്മൾ പുറമെ ഉപയോഗിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് വേറെയാണ്, മുതിർന്നവർക്ക് വേറെയാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് നമുക്ക് ഫുൾ ആൻഡ് ഈസി കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ നമുക്ക് വരുന്നത് ഒരു ശേഷ രീതിയിലാണ്. ടാബ്ലറ്റ് അല്ല, 10 എണ്ണമുള്ളത്. അത് നമ്മൾ ഓരോന്നോരോന്ന് വൈകുന്നേരം കലക്കി കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് മാത്രമല്ല, വിരശല്യം പോലും. അതേ രീതിയിൽ കണക്റ്റീവ് ആണ് പൈൽസിന്റെ. മലബന്ധം അനുഭവപ്പെടുന്നവർക്ക് ഒരു 75% എന്ത് ചെയ്യും? പൈൽസിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഫുൾ ആൻഡ് ഈസി എന്ത് ചെയ്യാം? അവിടെ റെക്കമെൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് അതിന്റെ ഓയിൽമെന്റ് ഉണ്ട്. അപ്പോ നമുക്ക് അതിന്റെ ആ പൈൽസിന്റെ, അതായത് 70% ബ്ലീഡിങ്ങും കാര്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും നമുക്ക് പറയാൻ മടിയായിരിക്കും. അത് മാത്രമല്ല, ഇന്ന് ഇതിന് വേണ്ട ചികിത്സ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, കെട്ടിട്ട് എന്ത് ചെയ്യുന്ന, അതേപോലെ തന്നെ സർജറി ഒക്കെ ചെയ്യുന്ന രീതിയാണ്. അതും നമുക്കറിയാം. ചില യുനാനി മേഖലയിലായി ബന്ധപ്പെട്ടുള്ളതാണ് കാണും. അവിടങ്ങളിലൊക്കെ നമുക്ക് ചില ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വേണ്ട രീതിയിലുള്ള സക്സസ് ആയി പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എൻ്റെ അറിവിൽ ഞാൻ കൊടുത്തപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചവരാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും കമ്പനി നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ പ്രശ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ പ്രൊഡക്റ്റും പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അവര് പറഞ്ഞു, ഞാൻ അലോപ്പതി ഇന്നേ സാധനം കഴിക്കുന്നുണ്ട്. അത് ഇന്നേ സാധനമല്ലേ, നിങ്ങൾ ജെർബീസ് 2 എണ്ണം കഴിച്ചാൽ 4 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തിൽ എന്ത് ചെയ്യുക? ഡ്രൈ ആയിപ്പോൾ പിന്നെ സൈഡ് എഫക്ട് ഉണ്ടാവും. അത് കൂടുതലായി കഴിഞ്ഞാൽ എക്സ്റ്റേണലായി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഉപയോഗിക്കാൻ മതി എന്നൊക്കെ വാക്ക് പറഞ്ഞത് ഓൾറെഡി എന്തായിരിക്കും? ഇത് ഇനി വരാൻ പോകുന്ന. അപ്പൊ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇതിന്റെ മുന്നോട്ട് പോകുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ അത് ഓരോരുത്തരും നമ്മുടെ പ്രൊഡക്റ്റിന്റെ അവയർനെസ് അല്ല, പ്രൊഡക്റ്റിനുള്ള നോളജ് ഉള്ള ആളുകളെ കഴിഞ്ഞാൽ എവിടെയും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഇത് നമ്മളൊരു സ്റ്റാർട്ടപ്പ്, നമ്മൾ വലിയൊരു കാര്യമാണ്. നമ്മുടെ അറിവുള്ള ആളുകൾ
ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നിലവിലുള്ള ആരോഗ്യ മേഖലയിൽ തൽക്കാലം ഒരു ആശ്വാസ റിലീഫ് ആണെങ്കിൽ അതിന് കുറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയാം. അതോടൊപ്പം നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് 100% നാച്ചുറലാണ്. അപ്പൊ നിലവിലുണ്ട് ഇന്ന രോഗങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് അറിവ് നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ പോസിറ്റീവായി. അല്ലാതെ പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് രീതിയിൽ എടുത്ത് പഠിച്ച് ബൈഹാർട്ടാക്കിയിട്ട് ഇത് കൊടുക്കേണ്ടതില്ലതാണ്. അതിനൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം, ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ജനറലി നമ്മൾ ഒരു അലോപ്പതി ഡോക്ടർ ചെറിയൊരു അറിയണം. ഇത് നമ്മുടെ പുറത്ത് പോകാത്ത വിഷയം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് കുറേ ആയി പോകുന്നില്ല എന്ന് പറയുന്ന വിഷയം. അത് നമ്മൾ ഏറ്റവും നല്ല ഹോം മീറ്റിംഗ് ആണ്. ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് വളരെ വിശദീകരിച്ച് പറയാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് പറയാൻ പറ്റും. ആ ഹോം മീറ്റിംഗ് പറയുമ്പോൾ നമുക്ക് ആ നോളജ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമ്മളെ കോൺഫിഡൻറ്റും നമ്മുടെ വാക്കുകൾ കൂടിയാണ് അവർ കഴിക്കുന്നത്. ഒരു പ്രാവശ്യം കഴിക്കാനും പിന്നീട് നമുക്കറിയാം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ജനറലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് സംസാരിക്കാനുള്ളൂ. പിന്നെ ഡീറ്റെയിൽസ് ആയി നമുക്ക് എപ്പോഴെങ്കിലും ഇതിന്റെ ലൈവായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാം. കാരണം നമ്മൾ പലപ്പോഴും പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കുട്ടികളൊക്കെ നമ്മുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്തായാലും